So, we will default drive Maruti Alto 800. Okay, so this is our boy. So, welcome to default drive. Default drive പുതിയൊരു വാഹനത്തിന്റെ വിശേഷങ്ങൾക്കും വാഹനത്തിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള അറിവിനുമായിട്ട് വെൽക്കം. ഫിയറ്റും അംബാസഡറും കോണ്ടസയും ഇന്ത്യൻ റോഡുകൾ വാഴുന്ന ഒരു കാലം. ആ ഒരു കാലത്താണ് മാരുതി ഉദ്യോഗം എന്നുള്ള കമ്പനി 1980s വന്നിട്ട് പുറത്തിറങ്ങുന്നത്. സോ ആ കമ്പനി വന്ന് പുറത്തിറങ്ങിയത് ഒറ്റയ്ക്കായിരുന്നില്ല. ജപ്പാൻ കമ്പനിയെ സുസുക്കിയുമായി ടൈപ്പ് ചെയ്തിട്ടായിരുന്നു ആ ഒരു വാഹനം വന്നിട്ട് അവരുടെ ബ്രാൻഡിങ് വന്നിട്ട് പുറത്ത് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തത്. അവരുടെ ആ ഒരു അധ്യയന വർഷത്തിൽ വന്നിട്ട് എന്താ പറയുക, ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയുടെ പേരാണ് SSIT, അതായത് നമ്മളുടെ ഇന്നത്തെ മാരുതി 800. അപ്പോൾ അതുവരെ ഇന്ത്യൻ വിപണിയിൽ വന്നിട്ട് കസ്റ്റമേഴ്സിനടുത്തോളം സംബന്ധിച്ചിടത്തോളം വാഹനം, അതായത് കാർ എന്നുള്ള ഒരു ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പൽ പോലത്തെ ഒരു സാധനം. ആസ് യു നോ, ലൈക്ക് കോണ്ടസ അല്ലെങ്കിൽ അംബാസഡർ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ അതിപ്രസരണം അങ്ങോട്ട് കയറി, രണ്ട് ഭീമനായിട്ടുള്ള ഹെഡ്ലൈറ്റ്, വളരെ വലിയൊരു ടയർ, പിന്നെ ഡീസലിൻ്റെ ആ ഒരു ഭയങ്കര ശബ്ദം, ഭയങ്കര ഹീറ്റിംഗ് എന്നുള്ള അതിലായിരുന്നു. വളരെ ഹെവി ആയിരുന്നു കാറെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ അംബാസഡറിന് ഒരു പരിമിതിയുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യൻ റോഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ 2024 പോലും നമ്മളുടെ ഇന്ത്യൻ റോഡ്സിൽ ഇപ്പോഴും കുഞ്ഞു വഴികളാണ്, കാരണം ഗ്രാമപ്രദേശങ്ങളുണ്ട് ഇങ്ങനെ. അപ്പോൾ ഒരു പരിമിതികൾ അന്ന് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് വന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു കാർ വന്നിട്ട് ലോഞ്ച് ആവുന്നത്. സോ ഈ ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം 4 ഗിയർ, വെറും 4 സ്പീഡ് ഗിയർ ബോക്സ്, അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനാണ്, വളരെ ലൈറ്റാണ്, അതുപോലെ വളരെ കുഞ്ഞനായിട്ടൊരു ക്യൂട്ടായിട്ടുള്ള കാർ. അപ്പോൾ ഈ കാറ് അതിന് പോരാത്തതിന് വണ്ടിക്ക് ഒട്ടും നോയ്സും ഇല്ല. സോ ഇപ്പോൾ ഇന്ത്യൻസിന് മനസ്സിലായി ഇത്രയും കുഞ്ഞതായിട്ടുള്ള കാറ് ഓടിക്കാൻ പറ്റും, ഇതിൽ സഞ്ചരിക്കാൻ നല്ല രസമൊന്നും അവർക്കും മനസ്സിലായി. പിന്നീട് അങ്ങോട്ട് നടന്ന് വെറും ഭയങ്കര ഒരു ചരിത്രമാണ്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു ചരിത്രം പിന്നീട് ഇന്ത്യയുടെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ തന്നെ എന്താ പറയുക, നമ്പർ 1 ആയ ഒരു ചരിത്രമായിരുന്നു. ഇന്നും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന കാർ എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കിയുടെ തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു വാഹനം, അതായത് മാരുതി 800, ഇന്നും ഒട്ടനവധി വണ്ടിപ്രാന്തന്മാരുടെയും അല്ലെങ്കിൽ ഒരുപാട് വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരുടെയും ഫസ്റ്റ് കാർ ഡ്രൈവ് എന്ന് ഏത് വണ്ടിയാണ് ആദ്യം ഉപയോഗിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റും. ഇൻ കേസ് എൻ്റെ ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന വാഹനം മാരുതി 800 തന്നെയാണ്. അപ്പോൾ 2000-ലാണ് ഇതിൻ്റെ സഹോദരനായ ഓൾട്ടോ വന്നിട്ട് പിറവിയെടുക്കുന്നത്. അതിനുശേഷം 2012 ആ ഒരു ഓൾട്ടോ നിർത്തലാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മാരുതി 800 വന്നിട്ട് നിർത്തലാക്കുകയും ചെയ്തു. സോ അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾക്കും ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷം മാരുതി ഇറക്കിയൊരു വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഡിഫോൾട്ട് ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഈ ഒരു വാഹനത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ ഒരു വാഹനം നമ്മൾ ഡിഫോൾട്ട് ഡ്രൈവിൽ നമ്മൾ എങ്ങനത്തെ വാഹനങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ഓടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫാമിലി യൂസ്ഡ് വാഹനങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മളിൽ നിന്ന് എടുക്കുന്ന കസ്റ്റമർക്ക് വന്നിട്ട് ഒരിക്കലും വന്നിട്ട് വാഹനം ഒരുപാട് ഡാമേജ് അല്ലെങ്കിൽ ഇതിവിടെ നിന്ന് നമ്മൾ സന്തോഷപൂർവ്വം കൊടുത്തയച്ചു വിട്ടിട്ട് പിന്നീട് അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ വണ്ടി ഭയങ്കര മോശം എന്നുള്ളതൊന്നും വരാൻ പാടില്ല. സോ ഈ ഒരു വാഹനം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫാമിലി ഉപയോഗിച്ചൊരു വാഹനമാണ്. അതിൻ്റേതായ പോരായ്മകളുണ്ട്. കാരണം കുറേ കാലമായിട്ട് നമ്മൾ എന്താ പറയുക, പുറത്ത് കിടക്കുകയും വെയിലും മഴയും കൊണ്ട് ആ ഒരു ഇതിൽ കിടക്കുന്ന വാഹനമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെക്കൻഡറി കാറായിരുന്നു അവർക്ക്. അപ്പോൾ അതിൻ്റേതായ പെയിൻറ്റ് ഫെയ്ഡിങ്ങും ഈ ഒരു കരകരപ്പ് കാര്യങ്ങളെല്ലാം വണ്ടിയിലുണ്ടായിരുന്നു. സോ നമ്മളതെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു പോളിഷ് കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മളുടെ വാഹനം പ്രസൻറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് വാഹനം എടുക്കുന്നവർക്ക് ഒരിക്കലും സെക്കൻഡ് കാർ തന്നെ എടുക്കുന്നത്, എങ്കിലും ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്കും കിട്ടണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മിനുക്കുപണികളെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ഈ വണ്ടി നിങ്ങൾക്ക് വന്നിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വാഹനത്തിലോട്ട് കിടക്കാം. 2014 മോഡലാണ് നമ്മുടെ വാഹനം വന്നിട്ടുള്ളത്. KL 39 രജിസ്ട്രേഷൻ, അതായത് തൃപ്പൂണിത്തുറ രജിസ്ട്രേഷനിൽ വരുന്ന നമ്പർ പ്ലേറ്റാണ് വണ്ടിയിൽ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേലെ തുടങ്ങാം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി വന്ന ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഒട്ടും തന്നെ ഫെയ്ഡിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്താ പറയുക, കംപ്ലീറ്റ് ഒറിജിനൽ ഹെഡ്ലൈറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നീട് ഈ ഒരു ബമ്പറിലോട്ട് പോകുന്ന സമയത്ത് ബമ്പർ എന്ന് പറഞ്ഞാൽ പുതിയൊരു ബമ്പറാണ്. കാരണം ഈ വാഹനത്തിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിക്ക് ഒരു കല്ല് കൊണ്ട് ഇടിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഇടിച്ചപ്പോൾ ആസിനോ ലൈക്ക് ഓൾട്ടോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാരുതി സുസുക്കി എന്നുള്ള വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും, ബിൽഡ് ക്വാളിറ്റി വളരെ കമ്മിയാണ് ഈ വാഹനത്തിന്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മുട്ടിയപ്പോൾ ഇതിൻ്റെ ക്രോസ് ബമ്പറിൽ വന്നിട്ട് ചെറുതായിട്ടൊരു ഡെൻറ്റ് വന്നു. അതോടുകൂടി ഇത് ഷോറൂം ഇറ്റ്സെൽഫ്, അതായത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് തന്നെയാണ് ഈ ഒരു ഡാമേജ് വന്നിട്ട് പരിഹരിച്ചിട്ടുള്ളത് അവർ. ഇറ്റ് വാസ് ലൈക്ക് 2 years ബാക്ക് എന്നാണ് ഇതിൻ്റെ മുമ്പിലത്തെ കസ്റ്റമർ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്രോസ് ബമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സോ അപ്പോൾ അതൊക്കെയാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ അല്ല, കുറേ കാലം മുമ്പാണ്. എന്നാൽ നിങ്ങൾക്ക് അറിയണം, ഈ ഒരു വാഹനത്തിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഏത് മാരുതി സുസുക്കിയുടെ
എന്താ പറയുക ഷോറൂമിൽ കൊടുത്താലും നിങ്ങൾക്ക് ഇതിൻ്റെ ഹിസ്റ്ററി വന്നിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവണം. ഓക്കെ, സോ അപ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ട്, പക്ഷേ ഈ ബോണറ്റ് മാറുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് വാഹനത്തിൻ്റെ സൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആകെ ശ്രദ്ധിക്കുന്ന എന്താണ് നമ്മുടെ ടയേഴ്സ്. സോ 4 ടയർ ഗുഡിയറുടെ ടയേഴ്സാണ്. നിലവിൽ 70 to 80% ടയർ ഇനിയും ഓടാനായിട്ടുണ്ട് 4. ഓക്കെ, സോ അപ്പോൾ ഇനിയിപ്പോൾ ഡോറുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം എന്താ പറയുക ഫാക്ടറി വന്ന ആ ഒരു പുതുമ വണ്ടിക്കകത്ത് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ബാക്ക് വശം, അപ്പോൾ ബാക്ക് വശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബമ്പർ ഒറിജിനൽ തന്നെയാണ്, ഡിക്കിയും ഒറിജിനൽ തന്നെയാണ്, ഗ്ലാസ് ഒറിജിനൽ തന്നെയാണ്, ടൈൽ ലൈറ്റ്സ് ഒറിജിനൽ തന്നെയാണ്, ഏതും മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല. നിലവിൽ വന്നിട്ട് സ്ക്രാച്ച് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിൻവശത്ത് വന്ന് സ്ക്രാച്ച് കാര്യം നോക്കുക. ഈ ഓൾട്ടോ എന്ന് എഴുതിയ ബാഡ്ജിങ്ങിൻ്റെ അവിടെയായിട്ട് ഒരു കുഞ്ഞായിട്ട് ഡോട്ടായിട്ട് ഒരു ഡെൻറ്റ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നീട് വന്നിട്ട് ബാക്ക് ഡിക്കിയിലോ ബമ്പറിലോ ആയിട്ട് യാതൊരുവിധ എന്താ പറയുക സ്ക്രാച്ച് അങ്ങനെയുള്ള ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഈ ഒരു ഭാഗത്ത് പിന്നീടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ വിശേഷം നോക്കാം. അപ്പോൾ ഇൻറ്റീരിയറിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ സീറ്റ് കവേഴ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് കവേഴ്സിൻ്റെ കാര്യം അറിയാൻ പറ്റും. യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ ഡാഷ്ബോർഡും ക്ലീൻ ആൻഡ് നീറ്റാണ്. ഇതിൽ എന്താ പറയുക വേറെ എല്ലാം പക്ക വർക്കിംഗ് തന്നെയാണ്. കുറച്ച് തിങ്സ് ഉണ്ട്. അപ്പോൾ സ്വിച്ചസ് എല്ലാം AC-യുടെ ബട്ടൺസ് നോബ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് തന്നെയാണ്. ഓക്കെ, AC-യും എന്താ പറയുക നമ്മൾ ഈയിടെ തന്നെയാണ് ഗ്യാസ് റീഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്ത് നമ്മളൊരു എന്താ പറയുക ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റിയറിംഗ് കവർ ലൈക്ക് അതൊരു സ്റ്റിച്ചിങ്ങിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതൊരു പ്രീമിയം ക്വാളിറ്റി കിട്ടിക്കൊടുക്കുന്ന വേണ്ടിയിട്ട്. ആൻഡ് ഒരു ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് ഒരു ഹോണും വെച്ചിട്ടുണ്ട്. സോ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും 2 പവർ വിൻഡോയും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു വിധ തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, കുഴപ്പങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ അണ്ടർമാറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത്. യാതൊരു വിധ കേടുപാടുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, കാരണം 2014 എന്ന് പറയുമ്പോൾ ഏകദേശം 10 വർഷത്തോളം പഴക്കമായി. അപ്പോൾ ആ പഴക്കത്തിൻ്റേതായിട്ടുള്ള യാതൊരുവിധ കേടുപാടുകളും ഇല്ല. അതുപോലെ തന്നെ ഡോർ സൈഡ് നമ്മുടെ ഡോറിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിനും യാതൊരുവിധ കുഴപ്പങ്ങളില്ല. സോ അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ വിശേഷം. ഇന്ന് നമുക്ക് ബാക്കിലോട്ട് പോയി നോക്കാം. ഓക്കെ, സോ പിന്നിലത്തെ സീറ്റ് കവേഴ്സും മുന്നിലത്തെ സീറ്റ് കവേഴ്സും പോലെ തന്നെയാണ്. യാതൊരുവിധ എന്താ പറയുക അഴുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ കയ്യിൽ വാഹനം കിട്ടിയ പിന്നെ നമ്മൾ എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻറ്റീരിയർ വാഷ് കാര്യങ്ങളെല്ലാം ചെയ്ത് സീറ്റ്സ് ആയാലും ശരി നമ്മളുടെ റൂഫാണെങ്കിലും ശരി എല്ലാം നല്ല രീതിക്ക് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളുടെ ഗ്യാരേജിലോട്ട് സെല്ലിങ്ങിനായിട്ട് വാഹനം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു സീറ്റിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ എന്താ പറയുക സ്ക്രാച്ച് കേടുപാടുകൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. സോ അതൊക്കെ തന്നെ പറയാനുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലോട്ട് പോവാം. ഓക്കെ, സോ നമുക്ക് ഡിക്കി സ്പേസ് നോക്കാം. സോ സ്പെയർ വീൽ കാര്യങ്ങൾ ആസ് യു കൻ സി എന്താ പറയുക ജാക്കി, അതുപോലെ തന്നെ ലിവർ, അതുപോലെ തന്നെ നമ്മുടെ റിഫ്ലക്ടർ കാര്യങ്ങളെല്ലാം അതിനകത്ത് കിടക്കുന്നുണ്ട്. സ്പെയർ വീല് അത് 90% MRF-ൻ്റെ ടയേഴ്സാണ് വന്നിട്ടുള്ളത്. സ്പെയർ വീല് അത് 90% ഇനിയും ഓടാനായിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ അതാണ് സ്പെയർ വീലിൻ്റെ വിശേഷം. പിന്നെ ഈ സൈഡ് വശങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അറിയാൻ പറ്റും വണ്ടിയുടെ കേടുപാടുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഡിക്കിയുടെ ഈ ഭാഗങ്ങളിൽ, കാരണം സെക്കൻഡ് വാഹനം കൂടുതലെടുക്കുന്ന സമയത്തും ഈ ഒരു ഭാഗങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു ഇടി കിട്ടിയ വണ്ടിയുടെ പാച്ചെടുത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റി, അതായത് ഫാക്ടറിയുടെ ആ പേസ്റ്റിങ് വന്നിട്ട് നമുക്ക് ഉണ്ടാവാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ല. ഓക്കെ, സോ സംഗതിയെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിനൊരു കാര്യം ചെയ്ത് നമ്മുടെ എൻജിൻ റൂം ഒന്ന് കാണാം. സോ അപ്പോൾ നമ്മളുടെ എൻജിൻ റൂമിലോട്ട് പോകുന്ന സമയത്ത് ആദ്യം നമുക്ക് ശ്രദ്ധ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബാറ്ററിയാണ്. ആമറോണിൻ്റെ പുതിയ ബാറ്ററിയാണ്, ഇൻ വാറണ്ടിയിലാണ് കിടക്കുന്നത് ബാറ്ററി. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ഭാഗം റീപ്ലേസ്ഡ് ആണ്, ഈ ക്രോസ് ബമ്പർ. കാരണം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബമ്പർ റീപ്ലേസ്ഡ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ചെറിയൊരു അടി കിട്ടിയ സമയത്ത് ഇത് ലൈറ്റായിട്ടൊരു ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബെൻഡിനോട് അനുബന്ധിച്ച് ഇൻഷുറൻസ് ആയതുകൊണ്ട് അത് അവർ തന്നെ ക്ലെയിം ചെയ്ത് അങ്ങനെ ചെയ്തു പോയി. കാരണം മിനുക്കുമണി എന്താ പറയുക ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് അത് ചെയ്യില്ല, അത് റീപ്ലേസ് ചെയ്തു. ഷോറൂം ഇറ്റ്സെൽഫ് തന്നെയാണ് ഇത് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. എഞ്ചിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 90,000 കിലോമീറ്റേഴ്സാണ് വാഹനം വന്നിട്ട് റൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഓയിൽ സർവീസ് കഴിഞ്ഞിട്ട് വെറും ഒരു 2000 കിലോമീറ്റർ അപ്രോക്സ് ആയിട്ടുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇനിയിപ്പോൾ നമ്മളുടെ എൻജിൻ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം.
കണ്ടില്ലേ എന്ത് രസത്തിലാണ് അവൻ്റെ സൗണ്ട് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ മാരുതി സുസുക്കി ഓൾട്ടോ 800ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് വേറെ വാഹനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയണോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തതിനാൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വാഹനത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഫോട്ടോസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇനിയും ഇതിൽ ഡൗട്ട് കാര്യങ്ങൾ ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐഡിയ D4 Drive എന്നുള്ള പേജിലോട്ട് നിങ്ങൾക്ക് DM ആയിട്ടും അയക്കാം. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ ആദ്യത്തെ വീഡിയോയ്ക്ക് നമുക്ക് കുറേ റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റണം, ഇത് മാറ്റണം, കുറച്ച് കൂടിയിരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം. സോ താങ്ക്സ് ഫോർ ദാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും സന്ധിക്കുക വരയ്ക്കും ഗുഡ് ബൈ.